Okay. Where did we stop in the morning? We were reading that list, isn't it? Okay. So to wash the hand daily, and also once if you want to wash, we will have to need 2 mugs of water. So 6 times in a day we will wash. So how much water needed? 12 mugs of water we need daily. Okay. Then bathing for bathing purposes, they told us to take 2 buckets of water, but none of our 6th standard students want 2 buckets. So only one bucket is necessary for them. Isn't it? You are very very good children. Like a crow, you are taking bath. Morning, someone said that a crow will take bath within 2 seconds. Isn't it? Just will dip in the water and will come out. Like that way, I think with 1 bucket of water, you will finish your bath. Okay. Anyway, daily 2 buckets of water to take bath, and only one bath. Daily once they will take bath. But we will take 2 baths, I think, isn't it? During the summer season, we have to take 2 times bath. Otherwise, it is very hot. Anyway, so according to them, 2 buckets of water are necessary to take bath. That is in liter. Okay. 2 buckets water. 1 bucket of water is 15 liter. 15 liter. So 2 buckets of water means 30 liter. Then flushing. Half bucket. Half bucket means 7.5 liter, isn't it? Good afternoon, Miss. Yes, good afternoon. Okay. So 1 bucket of water means 15 liter. Then half bucket means 7.5 liter. Okay. Flushing. What is the meaning of flushing? Flushing എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അറിയത്തില്ല. ടോയ്ലറ്റിൽ പോയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാറില്ലേ? ഫ്ലഷ് അടിച്ച് കളയാറില്ലേ? ഓക്കെ, അതാണ് ഫ്ലഷ്. അതാണ് ഫ്ലഷിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തോ അത് സാധാരണ കാര്യമാണ്. ഞാൻ വെച്ച് വേറെ വല്ലതായിരിക്കുന്നു. ഇല്ല, അത് തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഒരു ദിവസം എത്ര തവണ പോകും എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള അത്രയും തവണയും പോകാം. Some people will go twice, thrice, 4 times, 5 times. എത്ര വേണേലും നിങ്ങൾക്ക് പോകാം. So for one flush you use half bucket. That means 7.5 liters. അത് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യുക. നമ്മൾ എത്ര തവണ പോകുന്നു എന്നുള്ളത് ആക്ടിവിറ്റി ആണ്. ആവറേജ് നമ്പർ ഓഫ് ടൈംസ് ദ ആക്ടിവിറ്റി ഡൺ ഇൻ എ ഡേയ്സ്. മോസ്റ്റ്ലി 2 times. Isn't it? Anyway, എല്ലാവരും തന്നെ 2 times പോകാൻ സാധ്യതയുണ്ട് ടോയ്ലറ്റിൽ. മോർണിംഗ് ആൻഡ് ഈവനിങ്. Isn't it? Some people sometimes may go 3 times, 4 times, and according to food that we eat. Damaged food if we eat, we have to go to toilet for 5 or 6 times and all. If you have eaten fresh food and all, no problem, once or twice enough per day. Okay, അത് നമ്മൾ ഫില്ല് ചെയ്യുക. നമ്മൾ പോകുന്നതനുസരിച്ച് എത്ര വേണമെങ്കിലും. നെക്സ്റ്റ് ഡ്രിങ്കിങ്. ഈച്ച് ടൈം വി യൂസ് 1 glass of water. ഓരോ തവണ നമ്മൾ കുടിക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നത്. അങ്ങനെ 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ എത്ര തവണ വേണമെങ്കിലും നമുക്ക് കുടിക്കാം. നമ്മളുടെ ചോയ്സിനെ വിട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. നമ്മളുടെ ചോയ്സിന് if you want, we can drink it 10 times or 20 times or 5 times. It is left up to our choice. So each time for 1 glass means ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ നമ്മള് 1 ഗ്ലാസ് ആയിരിക്കില്ല ഡെയിലി കുടിക്കുന്നത്. നമ്മൾ അതിന് ഒരു 5 times 10 times ഒക്കെ കുടിക്കും അല്ലേ? ഞാൻ ഉച്ചരി വെള്ളം കുടിക്കട്ടെ, ദാഹിക്കുന്നുവല്ല. ഓതെ ഭയങ്കര ചൂടല്ലേ? ഓക്കെ, അപ്പം അത് നമ്മൾ കണക്കൂട്ടും, നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. നെക്സ്റ്റ് എനി അതർ പർപ്പസ്. അപ്പൊ ഇത്രയും പർപ്പസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ബാത്ത്, വാഷിംഗ് ദ ഹാൻഡ്സ്, ബാത്തിങ്, ഫ്ലഷിംഗ്, ഡ്രിങ്കിങ്. എനി അതർ പർപ്പസസ് ക്യാൻ യു ടെൽ? വേറെ ഏതെങ്കിലും പർപ്പസ് നമുക്ക് പറയാൻ പറ്റുമോ? വാഷിംഗ് ദ ഫേസ്, മോർണിംഗ് ബ്രഷിംഗ് ദ ടീത്ത്, അല്ലെ? ഇതൊക്കെ വെള്ളം ആവശ്യമുള്ള കാര്യങ്ങളല്ലേ? കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അത് പേഴ്സണൽ കാര്യങ്ങളാണ് അല്ലെ? അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നത്, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ബ്രഷിംഗ്, ഇതെല്ലാം നമ്മുടെ സ്വന്തം എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, കോമൺ കാര്യങ്ങളല്ല. അപ്പം അത് എത്ര തവണ ചെയ്യുന്നു അത് നമ്മൾ ഫില്ല് ചെയ്യുക. ഇനി നെക്സ്റ്റ് കോളം, ഇനി നമ്മളോട് പറഞ്ഞിരിക്കും മൾട്ടിപ്ലൈ ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ യുവർ ഫാമിലി. ഇത് നിങ്ങളുടെ ഒരാളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത്രയും വെള്ളത്തിനെ
നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇഫ് there are 5 members in your family, you have to multiply into 5. Understand? The father, mother, brother, sister, and you. Like that, 5 members are there. I don't know how many members are there in your house. If there are 3 members, multiply into 3. If there are 5 or 6 grandpa, grandma, and all are there means that many. Okay, you have to multiply with that number. Then you will get how much water daily you are using. മനസ്സിലായോ? ഈ പറഞ്ഞ ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഓരോ ഇത്രയും വെള്ളം. ഇത് ഒരാളുടെ മാത്രം കണക്കാണ്, നിങ്ങൾ ഒരാളുടെ മാത്രം. അത്രയും അതിനെ നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ എത്ര വെള്ളം വ്യക്തിപരമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി കോമൺ യൂസ്. Then estimate the water used in common activities table 15.3. That is common uses എന്ന് പറയുമ്പോൾ washing the cloth, making food, washing utensils, watering plants, any other purposes. എല്ലാവർക്കും കൂടെ ഉപകാരപ്പെടുന്നത്. ഇതിപ്പോ നമ്മൾ കുളിക്കുന്നു, അത് ഞാൻ മാത്രം ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്, പേഴ്സണൽ കാര്യങ്ങളാണ്. ബട്ട് കോമൺ തിങ്സ്, പ്രിപ്പയറിംഗ് ദ ഫുഡ്, വാഷിംഗ് ദ വെസൽസ്, വാഷിംഗ് ദ ക്ലോത്ത്സ്, then cleaning the rooms, അല്ലെ, ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത്, washing the vehicle, then giving bath for the animals, then watering the plants. Such are common needs, isn't it? എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നീഡ്സുകളാണ് ഇതിൽ. അപ്പൊ അവിടെ മേക്കിംഗ് ഫുഡിന് 8 glasses of water തികയത്തില്ല. ഫുഡൊക്കെ ചോറൊക്കെ വെക്കണമെങ്കിൽ 8 ഗ്ലാസ് വെള്ളത്തിൽ ചോറാകുമോ? ഇല്ല, അതുകൊണ്ട് തികയില്ല. അവർക്ക് കണക്ക് തെറ്റാ. നമുക്കൊരു അതിലും കുറെ കൂടെ കൂടുതൽ വേണം. ചോറ് വെക്കുന്നതിന് നല്ലപോലെ വെള്ളം വേണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണം, ചായ വെക്കുന്നതിന് വേണം, അങ്ങനെ കറി ഉണ്ടാക്കുന്നതിന് വേണം, അല്ലെ? എനിവേ 8 glasses is not sufficient. നെക്സ്റ്റ് വാഷിംഗ് ക്ലോത്ത്സ് 4 buckets. അത് ചിലപ്പോ ഒക്കെ ആയിരിക്കും. 3-4 മെമ്പേഴ്സ് ഒക്കെ ഉള്ള വീട്ടില് 4 ബക്കറ്റ് വെള്ളം കൊണ്ട് ഡെയിലി വാഷ് ചെയ്യാൻ പറ്റിയെന്ന് വരും. പിന്നെ ഓക്കെ, വാഷിംഗ് യൂട്ടൻസിൽസ്, പാത്രങ്ങൾ കഴുകാൻ വേണ്ടിട്ട്, ദാറ്റ് ടു 4 buckets എവിടെ തന്നിരിക്കുന്നത്. പിന്നെ വാട്ടറിംഗ് പ്ലാന്റ്സ് 2 buckets. അയ്യോ, ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഇനഫ്. 2 ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നനയ്ക്കാൻ പറ്റുമോ? എവിടെ എത്തിയല്ല, അല്ലെ? ഓക്കെ. പിന്നെ എനി അതർ കോമൺ നീഡ്സ് ഞാൻ പറഞ്ഞ പോലെ വാഷിംഗ് ദ വെഹിക്കിള്, പിന്നെ ക്ലീനിങ് ദ റൂംസ്, ക്ലീനിങ് ദ മീൻസ് വൈപ്പിംഗ് ദ ഫ്ലോർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്തുമാത്രം വെള്ളം ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്താനാണ്. ഓക്കെ. Add this to the water used in individual activities to get the total usage per day. So ഈ താഴത്തെ ലിസ്റ്റും മേലത്തെ ലിസ്റ്റും കൂടെ കൂട്ടിയാൽ മാത്രമേ ഒരു ദിവസം നമ്മളുടെ വീട്ടിൽ എത്രത്തോളം വെള്ളം ഉപയോഗിക്കുന്നു, പേഴ്സണലും കോമൺ ആയിട്ടുള്ള യൂസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മൾട്ടിപ്ലൈ ബൈ 30 to get the monthly usage. സോ ഈ ഇത് രണ്ടും കൂടെ കൂട്ടി കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യണം? 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോറി, മൾട്ടിപ്ലൈ ചെയ്യണം, നോട്ട് ഡിവിഷന്. മൾട്ടിപ്ലിക്കേഷൻ ഹാസ് ടു ബി ഡൺ. That multiply with 30 to find out for in 1 month how much water we have used. ഒരു മന്തിൽ നമ്മൾ എത്ര വെള്ളം യൂസ് ചെയ്ത്. പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഡിഫറൻസ് വരും. വീട്ടിൽ ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ കൂടുതൽ വന്നു, നമ്മൾ ചിലപ്പോൾ കൂടുതൽ വെള്ളം ഉപയോഗിച്ചെന്ന് വരും. ഇനി വെള്ളത്തിന്റെ അളവ് കുറച്ചെന്ന് വരും. ഒരു ദിവസം നമ്മുടെ തുണി ഇളക്കാതിരുന്നെന്ന് വരും. അപ്പം പിറ്റേ ദിവസം ഈ 4 + 4 8 buckets നോട്ട് നെസസറി. സംടൈംസ് അത് 6 buckets of water കൊണ്ട് സഫീഷ്യന്റ് ആയേക്കാം. അങ്ങനെ ചെറിയ ഡിഫറൻസുകൾ വന്നേക്കാം. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ ആക്ടിവിറ്റി 2, മേക്കിംഗ് എ മാത്തമാറ്റിക്കൽ മോഡൽ. ഇത് നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. നമ്മളവിടെ വെള്ളം ഉപയോഗിക്കുന്നതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം വരും. നമ്മൾ പൈസ കൊടുത്ത് വെള്ളം വാങ്ങുന്നതാണ്. നമുക്കൊക്കെ നമ്മള് സിൻസ് വി ആർ ലിവിംഗ് ഇൻ വില്ലേജസ്, വി ഹാവ് വെൽസ് ഓർ എനി അതർ വാട്ടർ സോഴ്സസ് ആൻഡ് ഓൾ, isn't it? So we need not to buy water. But in towns and all, they have to buy the water. They get the public water service, but they have to pay bill for that. അതിന് പൈസ അടയ്ക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ അധികം പൈസ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. നമ്മളിപ്പം പക്ഷെ ഈ സമ്മർ സീസൺ ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ when there is a drought or scarcity of water, we have to buy water. Means we have to tell the people, those who bring water for them, and we have to pay for them. വണ്ടിക്കൊക്കെ വെള്ളം കൊണ്ടുവരുന്ന ആൾക്കാരില്ല, അവരോട് പറഞ്ഞിട്ട് വെള്ളം ഇറക്കിക്കും. എന്നിട്ട് നമ്മൾ അതിന് പേ ചെയ്യണം, പൈസ കൊടുക്കണം, അല്ലെ? ഐ റിമെമ്പർ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഞങ്ങൾ വെള്ളം ഇറക്കുന്നതിന് ഒരു 1000 ലിറ്റർ വെള്ളം ഇറക്കുന്നതിന് 1000 രൂപ, അല്ല 750 രൂപ, അങ്ങനെ അങ്ങോട്ടായിരുന്നു.
വെള്ളമില്ലാത്തതുകൊണ്ട് സമ്മർ സീസണിൽ ഞങ്ങൾ അങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ. പിന്നെ കുറച്ച് എന്താ 1 ലിറ്ററിന് 1 രൂപയുള്ളോ? 1 ലിറ്ററിന് 1 രൂപ എന്ന് പറഞ്ഞാല് 1000 ലിറ്ററിന് 750 രൂപ 800 രൂപ കണ്ടായിരുന്നു. 750 രൂപയെന്ന് തോന്നുന്നു. അത്ര പൈസ കൊടുക്കണം. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വെള്ളം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് ഈ 1000 ലിറ്റർ വെള്ളം എത്ര ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഒരു മാസം ഒന്നും ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നീ അല്ലേ പറഞ്ഞ രാവിലെ 2000 ലിറ്ററിന്റെ 3000 ലിറ്ററിന്റെ ടാങ്ക് കൊണ്ട് 2 ദിവസം അടിക്കുന്നു. അപ്പൊ എത്ര രൂപ നമ്മള് കൊടുക്കേണ്ടതായിട്ട് വന്നേനെ അല്ലെ? ഓൾ ത്രൂ ദ ഇയർ, വർഷം മുഴുവൻ നമ്മൾ ഇങ്ങനെ മേടിക്കേണ്ടതായിട്ട് എത്ര പൈസ കൊടുക്കേണ്ടതായിട്ട് വന്നേനെ. പക്ഷെ നമുക്ക് സമ്മർ സീസണിൽ കുറച്ച് നാളത്തേന് മാത്രം വെള്ളമില്ലാതെ വന്നപ്പോൾ നമ്മളത് അങ്ങനെ കൊടുക്കേണ്ടി വന്നു, പൈസ കൊടുത്തു വെള്ളം ഇറക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ. ഇനി വാട്ടർ ഫ്രീസസ് ടു ഫോം ഐസ്. ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് നമ്മൾ പഠിച്ചത് നമുക്കറിയാം. അതായത് when water is cooled, when it is frozen it becomes in the form of solid, and when it is heated it becomes in the form of water vapor, that is a gaseous form. Fill an ice tray with water and keep it in the freezer or of a refrigerator to cool it. Take out the tray after 2-3 hours. What has happened to the water? Why has it turned into ice? When water is cooled, it forms ice. This is known as freezing of water. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. കുറച്ച് വെള്ളം എടുത്ത് ട്രേക്കകത്ത് പാത്രത്തിൽ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ആയിട്ട് വെള്ളം വെച്ച് ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഐസും കട്ടിയായിട്ടിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സോ when the water turns into ice, it is known as a freezing. വെള്ളം തണുത്ത് ഐസ് ആകുന്ന പ്രൊസീജിയറിനാണ് നമ്മൾ ഫ്രീസിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫ്രിഡ്ജിന്റെ ആ ഒരു പോർഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? ഫ്രീസർ എന്നാണ്. ഫ്രീസർ എന്ന് പറഞ്ഞാൽ എന്തോ? Just I didn't understand what you said. ഫ്രീസറിന് ഞാൻ പറഞ്ഞേ. ഓക്കെ, അത് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് കേട്ടില്ല. ഓക്കെ. Then ice melts to form liquid water. Keep few ice cubes in the plates outside the refrigerator. What happens to the ice? It melts gradually to form water. When ice is heated, it melts quickly to form water. This is known as melting of ice. Okay, melting of ice means when we heat the ice, it melts and it becomes the form of liquid, that is water. So this is known as a melting of ice. Ice urugunu എന്നാണ് അതിന് പറയുന്നത്. Water evaporates to form water vapor. Next നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. When do wet clothes on a clothes line dry up after some time? Where does the water in them go? Which dries faster? Clothes hang out in the sun or in the shade. Why? Okay, here one question is there. We know that every day your mother washes your clothes, isn't it? And you all have seen that they have kept outside or hang on the ropes to keep them dry, to make them to dry. അല്ലേ? തുണി നാലക്കിട്ട് ഉണങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ അയ വഴി ഇങ്ങനെ തൂക്കിയിടാറുണ്ട് അല്ലേ? Okay, now we know that when we take it out from the water and it is wet, but after some times there will be no water, it will be completely dried up. Where does this water go? Where does the water from this wet cloth go? ജോയിൻ എന്താ പറ്റി? ജോയിൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നേ? എന്താ? ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിറുപിറുക്കണം അല്ലേ മോനെ? ജോയിലല്ലാതെ ഇരുന്നാലും ശരിക്കും ഇരിക്കാൻ പറ്റുന്നത് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പേടിച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അമ്മേനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ? ഓക്കെ ഓക്കെ, സാരമില്ല, കുഴപ്പമില്ല കേട്ടോ. കാരണം കുറച്ച് സമയം ക്ലാസ്സിൽ ഇരിക്കും, മടുക്കുമായിരിക്കും, മിസ്സിന് അറിയാം, അതൊക്കെ സാരമില്ല. ഹലീമക്കുട്ടി, രാവിലെ എന്ത് പറ്റി? Where did you go, Halima? You didn't attend the 2 classes. Why? What's the reason for that? Did you go anywhere? എവിടെയെങ്കിലും പോയതായിരുന്നോ മോളെ? അതേ ക്ലാസ് ഉണ്ടായിരുന്നോ? മദ്രസ ക്ലാസ് ഉണ്ടായിരുന്നോ? മോളൊന്ന് അഡ്മിറ്റ് ചെയ്യേ, എന്നാലേ കേൾക്കുള്ളൂ.
അൺമ്യൂട്ട് ആവുന്നില്ല. ഓക്കെ, യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ, മറക്കരുതേ. അതുപോലെ ആരോമൽ, you are absent in the morning class, you should attend the YouTube class. Okay. Okay, come back to the point. The cloth that we have, wet cloth that we hang on the rope will get dried. Where does the water from this cloth go? ഈ തുണിയിലുള്ള വെള്ളം എവിടെയാ പോകുന്നത്? If it is polyester cloth and some drops of water may fall down. If it is cotton cloth, if you squeeze it, water may go. After that, it will not fall down. But after some time, it will be dried off. Where does this water go? Atmosphere. Yes, very good. It will become as a water vapor and it will spread in the atmosphere. Water vapor ആയിട്ട് atmosphere പോകും. Okay, here one question is there. Where does the water in them go? And here, which dries faster? Clothes hang out in the sun or in the shade? Why? What is the reason for that? വെയിലത്ത് വിരിച്ചിട്ടിരിക്കുന്ന തുണിയാണോ വേഗത്തിൽ ഉണങ്ങുന്നത്, അതെയോ നിഴലത്ത് തണലത്ത് വിരിച്ചിട്ടിരിക്കുന്ന തുണിയാണോ വേഗം ഉണങ്ങുന്നത്? വെയിലത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ്. വെയിലത്ത് വിരിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? ചൂട് സണ്ണിന്റെ ഹീറ്റ്. യെസ്, വെരി ഗുഡ്. ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് ദ സൺ. Very good, very good. Due to the heat of the sun, this water from this cloth will get evaporated and it will be spread, okay, in the atmosphere. Take 2 steel plates, put equal amounts of water in them, keep one in the sun and the other in the shade under a tree. Observe them after a few hours. Why has the quantity of water reduced in the plates? In which plate has it reduced more? Take 2 plates and pour equal quantity of water in 2 plates also. Same quantity. If you are pouring 1 glass, another 1 plate also, you should pour only 1 glass. The same amount of water should be poured in 2 plates. Okay, then one should keep it in the outside in the sun and another should be kept in the under a tree, means where there is shade. And observe it after a few hours. So you can see that the water level in this plate will be reduced. And the question is, which one will be reduced more? Whether the plate which we have kept under the shade of a tree or the plate that we have kept in the sun? സണ്ണിൽ വെച്ചേക്കുന്നത്. സണ്ണിൽ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായ മക്കൾക്ക്? 2 പ്ലേറ്റ് എടുത്തിട്ട് അതിൽ രണ്ടിലും ഒരേ അളവിലുള്ള വെള്ളം ഒഴിക്കുക. ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരേ അളവായിരിക്കും, രണ്ടിലും ഒരേ അളവിലുള്ള വെള്ളം ഒഴിക്കാവുള്ളൂ. ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആക്കാൻ പാടില്ല. ആൻഡ് ദെൻ വി ഹാവ് ടു കീപ് ഇറ്റ് one in the sun, outside in the sun and another one under a tree. ഒരെണ്ണം മരത്തിന്റെ ഒരു ചോട്ടിലോ തണലത്ത് എവിടെയെങ്കിലും വെക്കുക, മറ്റത് നമ്മൾ വെയിലത്ത് വെക്കുക. കുറെ സമയം കഴിയുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി 2 പ്ലേറ്റിലെയും നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന വാട്ടർ ലെവൽ കുറച്ച് റെഡ്യൂസ് ചെയ്യും, കുറച്ച് വെള്ളം കുറഞ്ഞിരിക്കും. Where does this water go? This water will go in the atmosphere as water vapor due to the heat of the sun. Okay. Any question is that which one will be more reduced? ഏതായിരിക്കും കൂടുതൽ കുറഞ്ഞിരിക്കുന്നത്? നമ്മൾ വെയിലത്ത് വെച്ച വെള്ളമായിരിക്കും അല്ലെ, കാരണം അവിടെ ചൂട് കൂടുതലുള്ളതുകൊണ്ട് വേഗം വാട്ടർ ഇവാപറേറ്റ് ചെയ്തു. Then when water is heated, it changes to foam, water vapor, a gas. This is known as evaporation. Okay, so evaporation means what? When water is heated, the water becomes in the form of water vapor. വെള്ളം ചൂടാക്കുമ്പോൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇവാപറേറ്റഡ് ആകുന്നു, അല്ലെങ്കിൽ വേപ്പർ ആകുന്നു, നീരാവി പോലെ സ്ട്രീം പോലെ ആകുന്നു. ഇവാപറേഷൻ, ബാഷ്പീകരണം നടക്കുന്നു. ദിസ് ഈസ് നോൺ ആസ് ഇവാപറേഷൻ. Though some evaporation take place at all air temperatures, a hot liquid evaporates faster than a cold liquid. നമുക്കറിയാം, നമ്മളൊരു ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു കുപ്പി വെള്ളം എടുക്കുക. Fridge, automatically we know that the water which is in the fridge will be very cool, isn't it? Okay, take 1 liter of water from the freezer, not a freezer or fridge. Okay, cold water. Then take another 1 liter of normal water. Okay, 2 liters of water. One is freezer water or cold water and another one is normal water. കുറച്ചു പോയി, അതാരായിരുന്നു?
ഇടയ്ക്ക് ഈ ഹെഡ്ഫോൺ ഇങ്ങനെ ചെവിയിലോട്ട് വെച്ചിരിക്കുന്നുണ്ട് ഇങ്ങനത്തെ സൗണ്ട് വരുമ്പോൾ പെട്ടെന്ന് ഒരു ഞെട്ടല്. ഓക്കെ ഓക്കെ ശരി. അപ്പൊ 2 ലിറ്റർ വെള്ളം എടുക്കുക. അതിൽ 1 ലിറ്റർ വെള്ളം ഫ്രീസറിലോ അല്ലെ ഫ്രിഡ്ജിലോ വെച്ച് തണുത്ത വെള്ളം എടുക്കുക. മറ്റത് നമ്മുടെ സാധാരണ വെള്ളം എടുക്കുക. ദെൻ ഹീറ്റ് ഇറ്റ്, രണ്ടും ചൂടാക്കുക. അപ്പൊ ചൂടാക്കുമ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏത് വെള്ളമായിരിക്കും പെട്ടെന്ന് ചൂടാകുന്നത്, ഇവാപ്പറേറ്റ് ചെയ്യുന്നത് ഫാസ്റ്റ് ആയിട്ട്? അതായത് വാട്ടർ ദാറ്റ് വി ഹാവ് ടേക്കൺ ഫ്രം ദ ഫ്രിഡ്ജ് ഓർ ദ നോർമൽ വാട്ടർ? നോർമൽ വാട്ടർ. ഓക്കെ, അതിന് കുറച്ച് സമയം എടുക്കുന്നു ആ തണുപ്പിൽ നിന്ന് ഒന്ന് മാറി കയറി വരാൻ അല്ലേ? ഓക്കെ. Though some evaporation takes place at all temperature, a hot liquid evaporates faster than a cold liquid. Wet clothes become dry because the water in the clothes slowly evaporates. So, നമ്മൾ പഠിച്ചാണ് water from the clothes will be evaporated. Wet clothes dry faster in the sun than in the shade because it is warmer in the sun. In activity 3, the water evaporated faster in the plate kept in the sun. And another question, we know that during rainy season, during rainy season, winter season and summer season, every day we will wash the clothes, isn't it? Okay, during winter season it's okay, summer season also is okay, but during rainy season we know that the dress that we have washed will not be dried fastly. What is the reason for that? It will take 2-3 days to dry up. What is the reason for that? എന്തോ മനസ്സിലായില്ല. റെയിനി സീസണിൽ പക്ഷേ യെസ്, റെയിനി സീസണിൽ സണ്ണിന്റെ പവർ കുറവായിരിക്കും, കാരണം അവിടെ ഉണ്ടാകത്തില്ല. Okay, during rainy season the heat of the sun will be very less for us, so what happens, it gets evaporated slowly. That's what. But during summer season നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഒരു ഡ്രസ് ഒക്കെ ഇറക്കിയിട്ട് ഒരു within 1 hour it will be dried fastly during this season now, isn't it? But during rainy season 2-3 days it will take. ഒരു 2-3 ദിവസമൊക്കെ എടുക്കും ഡ്രസ്സൊക്കെ ഉണങ്ങാൻ. നിങ്ങൾ ഇപ്പൊ ധരിച്ചിരിക്കുന്ന പോലത്തെ ബനിയൻസ്, ജീൻസ് അതൊക്കെ നല്ല സമയം എടുക്കും ഉണങ്ങാൻ വേണ്ടി. അതുകൊണ്ട് അമ്മമാര് പറയും മഴക്കാലത്ത് ജീൻസ് ഒന്നും ഇടാതെ, അലക്കിയാലും ഉണങ്ങൂല്ല എന്ന് പറയും അല്ലെ? പെട്ടെന്ന് ഉണങ്ങുന്ന തരത്തിലുള്ള ഡ്രസ് എന്തെങ്കിലും ധരിക്കാൻ പറയും അല്ലേ? ഓക്കെ. Water vapor condenses to form water. Take water in a beaker and add a few ice cubes to it to make the water cold. Keep it for some time on a table and then observe the beaker. Can you see the tiny drops of water on the outside of the beaker? These are called droplets. Where did the water droplets come from? Okay, here is one experiment for you. Today you can do it after the class. Okay, what is that? Take some ice cubes. You go to your fridge. Yeah, when your mummy is not there in the kitchen, slowly go to the kitchen, open the fridge and open the freezer and steal some ice pieces from that freezer. Okay, then take a glass of 1 or 2 glasses of water and put these ice cubes in that water. The water is not cold water, normal water only. But ice cubes are cold, isn't it? Okay. But you just see that if it is a glass, means steel glass or something like plastic glass or like that way, you can easily identify. Okay. The glass, outside of the glass, you can see some droplets of water. അതായത് ഇവിടെ നമ്മളൊരു മനസ്സിലാവുന്നില്ല, കേൾക്കുന്നില്ല. ഓക്കെ, ലീവ് ഇറ്റ്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീസറിൽ നിന്നും 2-3 ഐസ് പീസ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തിന്നാൻ ഐസ് വാങ്ങാറില്ല, അതിട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഐസും വെള്ളമായിട്ട് കുടിക്കാം അല്ലേ? പക്ഷെ ടേസ്റ്റ് കിട്ടിയാലേ ഉള്ളൂ. ഓക്കെ, 2-3 ഐസ് പീസ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇടുക. ഇപ്പൊ ഇവിടെ ഒരു ചിത്രത്തിൽ തന്നിട്ടുണ്ട്. കുറച്ചു സമയം കഴിയുമ്പോൾ ഈ ഐസ് എന്ത് ചെയ്യുന്നു? പതിയെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇട്ട വലിയ പീസൊന്നും അതിനകത്ത് കാണത്തില്ല. ഞാൻ ഈ ഫ്രീസറിന്റെ അടിയിൽ ഇങ്ങനെ ചിലപ്പോൾ കട്ട പിടിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അത് വലിച്ചെടുത്തിട്ട് നമ്മളുടെ വെള്ളത്തിനകത്തോട്ട് ചുമ്മാ ഇടും. അപ്പൊ കുറെ കഴിയുമ്പോൾ ആ വെള്ളം നല്ല തണുപ്പായിരിക്കും. നമ്മൾ ഇട്ട പീസ് എല്ലാം കൂടെ മെൽറ്റ് ചെയ്തിരിക്കും. കുറച്ച് സമയം എടുക്കും, കുറച്ച് സമയം മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഐസ് ക്യൂബ്സ് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ വെക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ ഗ്ലാസിന്റെ പുറത്തുകൂടി ഇങ്ങനെ വെള്ളത്തിന്റെ ഡ്രോപ്സ് വരുന്ന കാണാം.
ചെറുതായിട്ട് ഒരുപാട് ഉണ്ടാകുന്നല്ല ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചു തന്നിരിക്കുന്ന പോലെ. So this is called as the droplets. And question is where did the water droplets come from? ഈ droplets എവിടുന്നാ വരുന്നത്? ഈ ഐസ് വാട്ടർ വേപ്പർ കണ്ടൻസസ് ടു ഫോം വാട്ടർ. അത് വാട്ടർ വേപ്പർ എന്ത് ചെയ്യുന്നു? ആ വാട്ടർ വേപ്പർ എങ്ങോട്ട് പോകാൻ പറ്റാണ്ട് ആ നമ്മൾ ഇട്ടിരിക്കുന്ന ഇതില് എന്ത് തങ്ങും. അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, വാട്ടർ വേപ്പർ ഇൻ ദ എയർ കണ്ടൻസസ് ഓൺ ബീയിങ് കൂൾഡ്. അപ്പം ആ ചുറ്റുവട്ടത്തുള്ള, അതായത് ഇപ്പൊ നമുക്കറിയാം ചുറ്റുവട്ടത്ത് ആ ഇപ്പൊ ഗ്ലാസ് വെച്ചിരിക്കുന്ന ഭാഗത്തുള്ള എയർ എന്ന് പറയുന്നത് കോൾഡ് അല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ളതാണ് അല്ലെ. അത് ഈ കോൾഡ് ആയിട്ടുള്ള എയർ ഇപ്പൊ വെള്ളവുമായിട്ട് ഇതാവുമ്പോഴത്തേനും വേപ്പർ ആകുന്നതാണ്. ഓക്കെ, വാട്ടർ വേപ്പർ ഇൻ ദ എയർ കണ്ടൻസസ് ഓൺ ബീയിങ് കൂൾഡ്. As the air in contact with the tumbler cools down, the water vapor present in the air condenses to form water. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ടംബ്ലർ, അതായത് ഗ്ലാസ് അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണ് വെള്ളവും ഗ്ലാസും കൂടെ അല്ല വെള്ളവും ഐസും കൂടെ വെച്ചിരിക്കുന്നത്, അത് തണുക്കാൻ തുടങ്ങും, ഗ്ലാസ് തണുക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ സാധാരണ ഒരു നോർമൽ ഗ്ലാസ്സിനകത്തായിട്ടാണ് നമ്മൾ ഈ ഐസ് ക്യൂബ്സ് എടുത്തിട്ടും വെള്ളം ഒഴിക്കുന്നതും. അപ്പൊ ആ ഗ്ലാസ് അതിനകത്തുള്ള കോണ്ടാക്ട് ഇത് എയർ ഇൻ കോണ്ടാക്ട് വിത്ത് ദ ടംബ്ലർ കൂൾസ് ഡൗൺ. അപ്പൊ ആ എയർ കൂൾ ആകും, തണുക്കും, കാരണം ഐസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. Then the water vapor present in the air condenses to form water. അത് വാട്ടർ വേപ്പർ എന്താകും? തണുക്കും. വാട്ടർ വേപ്പർ സാധാരണ നമുക്കറിയാം, നമ്മൾ ഒരു എന്തെങ്കിലും വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിയുമ്പോൾ അതിന്റെ വാട്ടർ വേപ്പർ വരും, സ്റ്റീം വരും, ആവി വരും. അതിപ്പോ നമ്മളൊരു അടുപ്പ് വെച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ആ പുറത്തോട്ട് പോകുന്ന വാട്ടർ വേപ്പർ ഈ അടുപ്പിൽ തട്ടി അവിടെ നിന്ന് അത് തണുത്ത് വെള്ളമാകും. നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അടുപ്പത്ത് നിന്ന് അടുപ്പത്ത് നിറക്കി വെച്ച് ചൂടാക്കി വാങ്ങി വെച്ചിരിക്കുന്ന അതിന്റെ അടുപ്പ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കിക്കേ, ഡ്രോപ്സ് ഓഫ് വാട്ടർ വിൽ ഫോൾ ഫ്രം ദാറ്റ്. ചായയൊക്കെ മൂടി വെച്ചിരിക്കുന്ന പാത്രം അത് പൊക്കി കഴിയുമ്പോൾ ഈ വാട്ടർ വേപ്പറിന് പുറത്തോട്ട് പോകാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ ഈ അടുപ്പിൽ തട്ടി അവിടെ നിന്നിട്ട് തണുത്ത് അത് വാട്ടർ ഡ്രോപ്പ് ആകാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഈ ഗ്ലാസിന്റെ അവിടെയുള്ള എയർ എന്ത് സംഭവിക്കുന്നു? കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ കോൾഡ് എയർ. ഇതിനകത്തുള്ള നമ്മുടെ ഗ്ലാസിന്റെ കോൾഡ് എയറുമായിട്ട് കോണ്ടാക്ട് വരും, ഐസ് ഇട്ടിട്ടില്ലേ, അപ്പൊ ഓട്ടോമാറ്റിക്കലി വാട്ടർ വേപ്പർ ആകും, അത് ഗ്ലാസിന്റെ പുറത്ത് വരുന്നത്. Thus, when water vapor is cooled, it changes back to water. This is known as condensation. Condensation means ബാഷ്പീകരണം എന്ന് പറഞ്ഞാല് വെള്ളം തണുത്ത് ചൂടുള്ള ഇതിലാകുമ്പോഴത്തേനും അത് ഇവാപറേറ്റ് ചെയ്യും, പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും അത് വെള്ളമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. Hold a cool metal plate above water boiling in a pan. As the steam comes in contacting with the metal plate, it cools down and condenses to form drops of water on the plate. Wait, let me try to share a video. ഞാൻ ഉദ്ദേശിച്ച വീഡിയോയാ, പക്ഷെ വീഡിയോ കിട്ടില്ല. ഓക്കെ,
Can you hear that? Sound കേൾക്കുന്നുണ്ടായിരുന്നോ? ഇല്ല അല്ലേ? Okay, okay. As a result of a rainy day, Jay's coat gets wet. Now, in order to dry it up, he hangs the coat on the terrace roof. Next morning, he finds that the coat has dried up. Aren't you surprised? How could water-soaked coat lose all that water? Let me explain you. The water in the coat has been converted into gaseous form and has been transferred into the air through a process called would dry up faster on a windy sunny day than water vapors into water is called. We call it the process thus sunny day. Condensation Let's take process. another session. When water vapor is converted into water, we call it the process of condensation. The process of conversion of water vapors into water is called as condensation. Do you know? The process of evaporation and condensation creates a water cycle in the Mother Nature. Now let us understand the water. ഇതിനാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. Evaporation and condensation. Okay. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വാട്ട് ഈസ് എ കണ്ടൻസേഷൻ ആൻഡ് വാട്ട് ഈസ് എ ഇവാപറേഷൻ എന്നൊക്കെ മനസ്സിലായില്ലേ? Now here the change of states of water with the temperature can be summarized as follows. Ice, it is in the solid form, and when it is melting, it will melt and it will freeze also. When it is melting, it will become in the form of water. That is liquid form. And when this water is evaporating, it will become in the form of steam, that is a gaseous form. And when gas is a condensation, when it is condensed, it will become water. And then this water, when it water is freezing, it will become solid form. എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. വെള്ളം ചൂടാക്കിയാൽ ഐസാകും, ഐസിനെ തണുപ്പിച്ചാൽ വീണ്ടും വെള്ളമാകും, ആ വെള്ളത്തിനെ വീണ്ടും ചൂടാക്കിയാൽ സ്ട്രീം ആകും അല്ലേ? ഓക്കെ, അതെ, ഇത് തന്നെ. Okay, we will stop the class because 3 classes continuously water cycle നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. Next Tuesday you have now. Okay, bye then. Notes also have to complete it and send it to me tomorrow itself because 1 week gap was there. Still no one has sent the notes. So those who have to submit the notes has to submit during these days itself. Okay, bye then.